ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് ടെറസിലേക്കൊന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. തലേ ദിവസത്തെ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളകിൻ്റെ വിത്തൊക്കെ നന്നായിട്ട് തന്നെ വളർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു തെറ്റിച്ചെടിയൊക്കെ നന്നായിട്ട് തന്നെ പൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ലതായിട്ട് തന്നെ നമ്മുടെ ഗാർഡനിലെ ചെടികളൊക്കെ ഉഷാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 3 നേരമായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ചെടികൾക്ക്. നമ്മുടെ ഈ കത്തിരിക്ക ചെടി മാറ്റി നട്ടതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട്. ഒരുപാട് ഇലകളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മണ്ണ് ഇങ്ങനെ ഒന്ന് ചുവടിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഒന്ന് വേരോട്ടമൊക്കെ കിട്ടുമല്ലോ. പിന്നെ 3 നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ കാരണം അത്രയ്ക്കും വെയിലാണ് ഇവിടെ. ഇപ്പോൾ നല്ല വെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഭയങ്കര ചൂടാണ്, വീടിനുള്ളിലൊന്നും ഇരിക്കാനേ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സൂര്യൻ്റെ വെളിച്ചം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. ഞാനാണെങ്കിൽ തലയിൽ തുണിയൊക്കെ ഇട്ടിട്ടാണ് മേലേക്ക് കയറി വന്നത്. പച്ചമുളക് ഞാൻ 2-3 എണ്ണം ഇതുപോലെ മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കോൺക്രീറ്റിലിരിക്കുന്ന ചെടിച്ചട്ടിയിൽ കണ്ടോ, അതിനകത്താണ് ഞാൻ ഫുഡ് വേസ്റ്റൊക്കെ കൊണ്ടിടുന്നതും പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ വേസ്റ്റൊക്കെ ഇടുന്നതൊക്കെ. ചെറിയൊരു കമ്പോസ്റ്റ് പോലെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അതിനകത്ത് വെജിറ്റബിൾസിൻ്റെ വിത്തൊക്കെ ഇടുമ്പോഴത്തേക്കും അതിൽ തന്നെ ചെടികൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇളക്കി വേറെ ചട്ടികളിലോട്ട് മാറ്റിയാൽ മതിയല്ലോ. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വെയിലായതുകൊണ്ട് ഇതൊക്കെ നടക്കുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ താഴേക്ക് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ കോലമൊക്കെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ വെയിൽ കാരണം കൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഡോറൊന്നും തുറക്കാനേ പറ്റുന്നില്ല. രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേക്കും തന്നെ നേരം വെളുക്കാറുണ്ട് കേട്ടോ. രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മേലോട്ടേക്ക് ഒന്ന് കയറിയതിന് ശേഷം എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാനാണ് മേലേക്ക് പോയത്. പിന്നെ രാവിലത്തെ കുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആണ്. പിന്നെ വെജിറ്റബിൾ ബിരിയാണിയാണ് ആമിക്കുന്ന സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. ആമി സ്കൂളിൽ പോകുന്ന തിരക്കിനിടയിൽ ഞാൻ രാവിലെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കാറില്ല കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ആമിയെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷമാണ് പിന്നീട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നത്. പിന്നെ രാവിലെ തന്നെ ഞാനിതുപോലെ ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ അത് മാറ്റും. പിന്നെ ഇന്ന് നമുക്ക് കഴുകാനായിട്ട് ബെഡ്ഷീറ്റുകളൊക്കെ എടുക്കണം. പിന്നെ ഈ ഒരു ടേബിളിൽ വിരിച്ചേക്കുന്ന ബെഡ്ഷീറ്റും ഇതൊക്കെ എടുത്തൊന്ന് കഴുകാനായിട്ട് ഇടണം കേട്ടോ. രാവിലെ ആമി സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. രാവിലെ മക്കളെ സ്കൂളിൽ വിടുന്ന അമ്മമാർക്ക് അറിയാമായിരിക്കും അല്ലേ, ആകെ അലമ്പായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലത്തെ ഒരു മോർണിംഗ് ക്ലീനിങ് റുട്ടീനാണ് കാണിക്കുന്നത് കേട്ടോ. വീട് ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കും. നമ്മൾ എത്രയൊക്കെ ഒതുക്കിയിടണമെന്ന് വിചാരിച്ചാലും നടക്കത്തേ ഇല്ല കേട്ടോ. അപ്പോൾ അവളെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ ഒതുക്കലും ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുവരെ വീടിനുള്ളിൽ ഒരു വല്ലാത്തൊരു ബഹളമൊക്കെയാണ്. അങ്ങനെ അവളെ സ്കൂളിൽ വിട്ടതിന് ശേഷം നേരെ ഞാൻ പോയിട്ട് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ തുണികൾ കഴുകാനായിട്ട് ഇട്ടു. മെഷീനിലിടാനുള്ളത് മെഷീനിലിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നല്ലോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് ഞാനും ഹസ്ബൻഡും കൂടി. ഹസ്ബൻഡിന് ഇന്നൊരു ആവശ്യമായിട്ട് പുറത്ത് പോകണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഒരുപാട് നേരം ഫോണിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പണിയൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ക്ലീനിങ് ചെയ്യുന്നത് എൻ്റെ മൈൻഡിൽ ഉള്ള കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേട്ടോ. നമ്മുടെ വീഡിയോസിലെ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ. ഒരു 5 മിനിറ്റേ ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫോൺ എനിക്ക് എത്താത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചായിരുന്നു. അത് വേറെ അടുത്തല്ല, നമ്മുടെ ആ ഒരു ഷോക്കേസ് കണ്ടോ, അവിടെയാണ് വെച്ചേക്കുന്നത്. അവിടെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് പോയി ഫോൺ എടുക്കത്തില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നമ്മുടെ ഹാളിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് അതാത് സ്ഥാനത്ത് തന്നെ വെച്ചു. അപ്പോൾ എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഒരു സാധനം എടുത്തെടുത്ത് വെച്ചാലും അവർ പിന്നെയും വലിച്ചു വാരി ഇടുമല്ലേ. പിന്നെ ആമിയുടെ കുറേ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. സാധാരണ കുട്ടികൾ കളിക്കാനായിട്ട് ടോയ്സൊക്കെ അല്ലേ എടുക്കുന്നത്, പക്ഷേ എൻ്റെ മകൾക്ക് അങ്ങനെയല്ല, പഴയ സാധനങ്ങളാണ് കേട്ടോ കൂടുതൽ എടുക്കുന്നത്. അവൾക്ക് കൂടുതലും ഡ്രോയിങ് ചെയ്യാനും ഒക്കെയാണ് ഇഷ്ടം. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ചെറിയ വയസ്സ് തൊട്ടേ അവളിങ്ങനെ കുറേ പഴയ സഞ്ചികളും പ്ലാസ്റ്റിക് കവറുകളും ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കളിക്കുന്നത്. എൻ്റെ പേഴ്സൊക്കെ പഴയതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുക്കും. നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഈ സ്റ്റുഡിയോയിൽ നിന്ന് മേടിക്കുന്ന ഡ്രസ്സിൻ്റെ ഈ ഒരു പ്രൈസ് ടാഗ് വരത്തില്ലേ, അതിങ്ങനെ അവളിങ്ങനെ എടുത്തു വെച്ചിട്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് കറൻസി ആക്കിയിട്ട് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ, നമ്മൾ ഒരു കുട്ടിക്ക് കളിക്കാൻ ആവശ്യം ഇല്ലാത്ത സാധനങ്ങളാണ്
ഇതാണ് ഇവളുടെ കളിപ്പാട്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് മാറ്റുമ്പോഴും ഭയങ്കര ടെൻഷനാണ്. കാരണം എന്തെങ്കിലും ഒരു സാധനം മിസ് ആവുകയാണെങ്കിൽ പുള്ളിക്കാരി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോക്കായി. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആവശ്യമെന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളായിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാം ഒന്നും എടുത്ത് മാറ്റാനും പറ്റത്തില്ല. ഞാനിന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് അതിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറേ വേസ്റ്റ് പേപ്പറുകളെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അവൾ സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എന്നെ തൊടാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ടോയ്സൊക്കെ ഞാനിതുപോലെ ഈ ഒരു വലിയ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ പച്ച കളറിലുള്ള, അതിനകത്തേക്ക് ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ബുക്സുകളാണ്, പഴയ നോട്ട് ബുക്സുകളിൽ അവളിങ്ങനെ എഴുതി കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ടീച്ചർമാരെ പോലെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. എന്തൊക്കെയൊക്കെ ചെയ്യും കേട്ടോ, എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ അവളുടെ കളിപ്പാട്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുത്ത് അതിലേക്ക് വെച്ചിട്ട് ബാലൻസ് ഒക്കെ ഒരു ചെറിയൊരു ചാക്കിലേക്ക് ആക്കി മാറ്റി വെച്ചു. അപ്പോൾ ഇത് അവൾ കാണാതെ വേണം കൊണ്ടുപോയി ഇനി കത്തിച്ച് കളയാനായിട്ട്. എന്നിട്ടും ഞാൻ 2-3 തവണ ഒന്നും കൂടി ഒന്ന് റീചെക്ക് ചെയ്തായിരുന്നു കേട്ടോ, ഇതിൽ എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ ഈ സ്റ്റഡി ടേബിൾ ഇരിക്കുന്നതിൻ്റെ പുറകു വശത്ത് കണ്ടില്ലേ, ഇവിടെ അത്രയും നന്നായിട്ട് മാറാല പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പൂജാ റൂമാണ് ക്ലീൻ ചെയ്തത്. ഓരോ ദിവസവും ഓരോ സെക്ഷനായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. രാവിലെ ഞാൻ കുറച്ച് സമയം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ അങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല. മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. കാരണം എന്നും ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ആമിയുടെ സ്റ്റഡി ടേബിളിലാണെന്നുണ്ടെങ്കിൽ അവളിങ്ങനെ ഈ ചോക്ക് പീസൊക്കെ കൊണ്ടുവന്ന് നിരത്തിയിട്ടേക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞാലും വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് ഇടുന്നതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങോട്ട് മടുക്കും കേട്ടോ. പിന്നെ അവളുടെ സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് തന്നെ എടുത്ത് വെക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയാറുണ്ട്. അവൾ അതുപോലെ കേൾക്കുകയും ചെയ്യും. പിന്നെ ഇത് ക്ലീൻ ചെയ്യലൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോളിൻ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്തപ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ സ്റ്റഡി ടേബിൾ നല്ല ക്ലീൻ ആക്കാനായിട്ട് ഇതുപോലെ കോളിൻ യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഞാൻ എപ്പോഴും അവളോട് പറയുന്ന കാര്യമാണ്, ഈ സ്റ്റഡി ടേബിളിൽ ടെക്സ്റ്റ് ബുക്കുകളും അവളുടെ നോട്ട് ബുക്സും മാത്രമേ വെക്കാവൂന്ന്. പക്ഷേ ഞാനിത് ചെയ്യുന്നത് വെറുതെയാണ്. ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വലിച്ചു വാരി ഇട്ടേക്കും, എല്ലാം കൂടി കൊണ്ടുവന്ന് അതിൻ്റെ മേലെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി വലിയൊരു ബാസ്ക്കറ്റ് മേടിച്ചിട്ട് അടപ്പുള്ളൊരെണ്ണം മേടിച്ചിട്ട് അതിനകത്തേക്ക് ഇതൊക്കെ ആക്കി വയ്ക്കണം. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇതൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. പിന്നെ ഞാൻ ആലോചിക്കും, നമ്മുടെ സൗകര്യത്തിന് അങ്ങനെ നമ്മൾ വൃത്തിയാക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും അവർക്കും ഒരു കംഫർട്ട് സോൺ കാണത്തില്ലേ. അവർക്ക് എടുക്കാനുള്ള സാധനങ്ങൾ അതാത് സ്ഥാനത്ത് അവരങ്ങനെ വെച്ചേക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട. അതിപ്പം നമ്മുടെ വീട്ടിലുള്ള ആരാണെങ്കിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരും അതുപോലെ കുട്ടികളുള്ള വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കംഫർട്ട് സോണിലിരിക്കുന്ന സാധനങ്ങളായിരിക്കും അവർ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ കിടന്ന് ക്ലീൻ ചെയ്തിട്ട് ഉള്ളതും കൂടി നശിപ്പിച്ച് വഴക്കുണ്ടാകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പൂജാ ഷെൽഫിൻ്റെ സൈഡിൽ വെച്ചേക്കുന്ന ഈ ഒരു ഫ്ലവർ വൈസ് കണ്ടോ, ഇതിലാണെങ്കിൽ ഇഷ്ടം പോലെ മാറാല പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് ഡസ്റ്റർ കൊണ്ടിട്ട് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടും പോകുന്നില്ല. പിന്നെ കൈ കൊണ്ടൊക്കെ ഒന്ന് എടുത്തു. ഇതിനിടയിൽ അത് തറയിൽ മറിഞ്ഞ് വീണായിരുന്നു കേട്ടോ. ഞാനിതിപ്പോൾ വീഡിയോയിലാണ് ശ്രദ്ധിക്കുന്നത് അതൊക്കെ. പിന്നെ കൈ കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ആ ഒരു മേൽഭാഗത്തു നിന്നൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. ഇത് കഴുകണം, കുറച്ച് നാളായി അതൊന്ന് കഴുകിയിട്ട്. ഒരു 6 മാസത്തിലൊരിക്കലൊക്കെ ഞാനിത് കഴുകാറുള്ളൂ കേട്ടോ. ഈ ഫ്ലവേഴ്സൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് ഇതെല്ലാം. ഇന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഹാളാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. ഒന്ന് ഡസ്റ്റിങ് ചെയ്താണ് എടുക്കുന്നത്. എല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഡെയിലി നമുക്കിത് ഇത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. ഡെയിലി നമ്മൾ അടിച്ച് വാരാറുണ്ടെങ്കിലും ഇത്രത്തോളം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എല്ലാ പോർഷനും ഒന്നും അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കാറില്ല. ഞാൻ ചെയ്യാൻ നിൽക്കാറില്ല. അപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കും. പിന്നെ ഡെയിലി നമ്മൾ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ വലിയ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു അഴുക്കൊന്നും കാണത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും വിഷു ഒക്കെ തുടങ്ങാൻ പോവല്ലേ, അതിന് മുന്നേ ഓരോ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്നുള്ള രീതിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ട്രൈപോഡ് കണ്ടോ, അതിൽ ഞാനാണെങ്കിൽ റിംഗ് ലൈറ്റ് ഉള്ളത് മേടിച്ചതായിരുന്നേ. പക്ഷേ അതാണെങ്കിൽ എനിക്കത് യൂസ് ചെയ്യാനായിട്ട് ഒട്ടും കംഫർട്ട് അല്ലാത്തത് കൊണ്ട് ചുമ്മാതെ എടുത്ത് ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ. എൻ്റെ ട്രൈപോഡ് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും കേടാവുമ്പോഴത്തേക്കും മാത്രം അത് യൂസ് ചെയ്യും. പക്ഷേ എനിക്കത് തീരെ ഒട്ടും കംഫർട്ട് ആവുന്നില്ല. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് വേറൊരെണ്ണമാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിട്ട് ആ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ മേടിച്ചിട്ട് നമ്മൾ വീട് വെച്ച സമയത്ത് മേടിച്ചാണ് കേട്ടോ. 4 വർഷം ആവുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മേടിച്ചതാണ്. പക്ഷേ ഇത് ഏറ്റവും ചീപ്പ് റേറ്റിന് മേടിച്ചതാണ്. ശരവണ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. അന്ന് റേറ്റ് കുറഞ്ഞത് എടുത്തത് നമുക്ക് അന്നത്തെ ബഡ്ജറ്റിൽ അതേ പറ്റുള്ളായിരുന്നു. പക്ഷേ അതിൻ്റെ ചെയർ 4 ചെയർ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ചെയർ കണ്ടോ, അതേ സെയിം ചെയർ 4 എണ്ണം ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ 3 എണ്ണവും കാലൊടിഞ്ഞു പോയി. ടേബിളും ഇങ്ങനെ ആടി ഇരിക്കുകയാണ്. ഏത് നിമിഷവും അത് ഒടിഞ്ഞ് വീഴാനുള്ളൊരു ചാൻസിലാണ് ഇരിക്കുന്നത്. പൂർണ്ണമായിട്ടും നശിച്ചതിന് ശേഷം പുതിയൊരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ആരും അതിൽ ഇരിക്കാറില്ല. ഇരുന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ചെയർ മേടിച്ചേക്കുന്നത്. പ്ലാസ്റ്റിക് ചെയറിൽ ഇരിക്കുന്നതും അത്ര നല്ലതല്ല എന്നറിയാം. പിന്നെ നമ്മളതിൽ ഇരിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക് ചെയർ കുറച്ച് വലുതാണ്. നമുക്ക് ഒരുപാട് സ്പേസ് എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഡൈനിങ് ടേബിളിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ പുതിയതൊരെണ്ണം മേടിക്കാനുള്ളൊരു പ്ലാനുള്ള കേട്ടോ. അതുവരെ മാക്സിമം ഇത് ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിക്ക് ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളിൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചെറിയ ടീപ്പോയും ഡൈനിങ് ടേബിളും എല്ലാം ഒന്ന് ഞാൻ സ്പ്രേ ചെയ്തെടുത്തു. നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ സോഫ ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഫ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്ന ശീലമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ശീലം ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മുടെ ബെഡ്റൂമിലിരിക്കുന്ന ബെഡാണെങ്കിലും അതുപോലെ ടേബിളാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക. കിച്ചണിലുള്ള സാധനങ്ങൾ എന്നും ഒരുപോലെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും എനിക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ ഇടാറുണ്ട്. പിന്നെ എൻ്റെ ഇഷ്ടമായതുകൊണ്ട് എനിക്കിവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നത് ഷോക്കേസ്. അതിൽ വലിയ ഡസ്റ്റ് ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. ഗ്ലാസ് ആയ കാരണം കൊണ്ട് അതും ഞാൻ കോളിൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അതുമായിട്ട് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലീനിങ് എന്ന് പറയുന്നത്. കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ചെറിയ റൂമിലുണ്ടായിരുന്ന തുണികളെല്ലാം മടക്കി വെച്ചൊന്ന് സെറ്റാക്കി. ഞാൻ പിന്നീട് വീഡിയോ എടുക്കാത്തതാണ്. കാരണം ഹാളിലെ ഡീപ്പ് ക്ലീനിങ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ടയേർഡായി പോയി. അതുകൊണ്ടാണ് പിന്നീട് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയി. ഒരു പർച്ചേസിങ്ങിനാണ് കേട്ടോ പോയത്. ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോയതാണ്. അപ്പോൾ എന്തിനാണ് പോയത്, എന്താണ് മേടിച്ചതെന്നൊക്കെ അടുത്ത വരുന്ന മൺഡേ വ്ളോഗിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.